ഹണി വേഗം പറ, ഈ വീട്ടില് മുഴുവനും വെള്ളം കയറിയിരിക്കുക. വീട്ടില് മുഴുവനും വെള്ളം കയറി. വന്നാട്ടെ വന്നാട്ടെ, ഒന്നാം തരം മാജിക് ഷോ. ഇതുപോലൊരു മാജിക് ഷോ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല. വന്നാട്ടെ വന്നാട്ടെ, മാജിക് കണ്ടാട്ടെ. സൂപ്പർ മാജിക് ഷോ, എണ്ണയെ മണ്ണെണ്ണയാക്കുന്ന വിദ്യ. ഇതുപോലൊരു മാജിക് ഷോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അങ്ങോട്ട് നോക്ക്. വരൂ, നമുക്ക് അവിടേക്ക് പോയി നോക്കാം. ജീം ജീം ഭുവർ ഭുവർ, ഓം ക്രീം ഐസ്ക്രീം കുട്ടിച്ചാത്ത സ്വാഹ. ഏതുതരം മാജിക് കാണിക്കുന്നതിലും ഞാൻ വിദഗ്ധനാണ്. നിന്നെ അപ്രത്യക്ഷയാക്കാൻ പറ്റും, നിന്നെയും അപ്രത്യക്ഷനാക്കാൻ പറ്റും, പിന്നെ നിന്നെയാണെങ്കിൽ ശൂന്യതയിൽ പറപ്പിക്കാൻ പറ്റും. എന്നെ കളിയാക്കിച്ചിരിക്കുന്നു. ഇപ്പൊ പറന്ന് കാണിച്ചു തരാം. എങ്ങനെയുണ്ട് എന്റെ ജാലവിദ്യ? ഫേക്കാണ്, എല്ലാം ഫേക്കാണ്. ഒരിക്കൽ സ്റ്റേജിൽ വെച്ച് ഒരു മജീഷ്യൻ എന്നോട് പറഞ്ഞു, കണ്ണടയ്ക്കൂ, ഒരു മാജിക് കാണിച്ചു തരാമെന്ന്. അവസാനം എന്റെ മാലയും പറഞ്ഞിട്ട് ഓടിക്കളഞ്ഞു. ആർക്കെങ്കിലും സംശയമുണ്ടോ? ബാഡ്മാൻ, നിങ്ങളിൽ ആരാണ് സ്റ്റേജിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത്? ജീം ജീം ഭുബർ ഭുബർ, ഓം ക്രീം കുട്ടിച്ചാത്ത ഓം ക്രീം സ്വാഹ. എങ്ങനെയുണ്ട് എന്റെ ജാലവിദ്യ? കൊള്ളാം കൊള്ളാം, അടിപൊളി അടിപൊളി, നന്നായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഞാനും നേരത്തെ ഒരു മനുഷ്യനായിരുന്നു എന്നാണ്. ആരോ എന്നെ മാജിക് ചെയ്ത് പോപ്പട്ടാക്കിയതാവും. ഇപ്പൊ ഇവനെ വീണ്ടും മനുഷ്യനാക്കി മാറ്റാം. ജീം ജീം ഭുബർ ഭുബർ, ഓം ക്രീം കുട്ടിച്ചാത്ത ഓം ക്രീം സ്വാഹ. ഇതിപ്പോ എങ്ങനെയുണ്ട് വീണ്ടും മനുഷ്യനായപ്പോ? എന്നെ ഒരു സിംഹമാക്കി മാറ്റിയാണെങ്കിൽ ഞാൻ സമ്മതിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ മാജിക്കുകൾ എന്നെ കൊണ്ടും ചെയ്യാൻ പറ്റും. ചെറിയ മാജിക്കോ? അതെന്ത് മാജിക്കാ? പാലും ചായപ്പൊടിയും വെവ്വേറെയാണ്. ഞാൻ രണ്ടും കൂടി ചേർത്തുകൊണ്ട് ചായ ഉണ്ടാക്കുമല്ലോ. പിന്നെ ബുബുർ ബുബുർ എന്ന് പറയാറില്ല. ബാഡ്മാൻ, ഏതാണ് ഈ പമ്പരവെട്ടി? പമ്പരവിട്ടിയല്ല, ഞാൻ കഴുതയാണ്. നിങ്ങളൊരു യഥാർത്ഥ മാജിക്കാരനാണെങ്കിൽ എന്നെ ഒരു സിംഹമാക്കി മാറ്റേ. എടാ, ആവുന്നുണ്ടെങ്കിൽ നീ ഒരു ബുദ്ധിമാനാവണം. മാരെ മണ്ടൻ, സിംഹം എത്രത്തോളം അപകടകാരിയാണെന്ന് അറിയോ നിനക്ക്? എന്റെ മാജിക്കിനെ സംശയിക്കുന്നു. ദാ ഇപ്പൊ കാണിച്ചുതരാം. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ സിംഹമായില്ലല്ലോ. അപ്പൊ തനിക്ക് പറപ്പിക്കാൻ മാത്രമേ അറിയുള്ളൂ. ഇയാൾക്ക് പറപ്പിക്കാൻ മാത്രം അറിയാന്നാ തോന്നുന്നത്, സിംഹമാക്കി മാറ്റാൻ കഴിഞ്ഞില്ലല്ലോ. അതെ അതെ, വാ നമുക്ക് പോവാം. വാടാ, നമുക്ക് പോവാ. ഇവിടെ വാടാ, ഇവിടെ ഇവൻ കള്ളനാന്നാ തോന്നുന്നത്. അതെ, നിക്ക. നിങ്ങൾ എങ്ങോട്ടായി പോകുന്നത്? മാജിക് ഇനിയും ബാക്കിയുണ്ട്. ബാഡ്മാൻ, നീ ഒരുത്തൻ കാരണം ഇന്ന് എന്റെ ഷോ മുഴുവൻ കുളമായി. ജീം ജീം ഭുവർ ഭുവർ, ഓം ക്രീം ഐസ്ക്രീം കുട്ടിച്ചാത്ത സ്വാഹ. ഇന്ന് മുതൽ നീ എന്ത് പറഞ്ഞാലും അതിന് വിപരീതമായി മാത്രമേ കാര്യങ്ങൾ നടക്കൂ. വലിയളിയ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമില്ല കൊച്ചളിയ. ഒരുപാടായി മാജിക്കും കൊണ്ടോക്കെ, വാ നമുക്ക് വീട്ടിലേക്ക് പോകാം. നീ എന്ത് കാര്യം ഉണ്ടായിട്ടാ മാജിക്കുകാരനെ ചലഞ്ച് ചെയ്തേ? ഞാൻ എവിടെ ചലഞ്ച് ചെയ്തു എന്നാ കൊച്ചളിയ? ഞാൻ ശരിക്കും ഒരു സിംഹമാകാൻ ആഗ്രഹിച്ചിരുന്നു. ഞാൻ വിചാരിച്ചത് സിംഹമായ നന്നായിരുന്നു എന്നാ. അല്ലെങ്കിൽ പൂച്ചയുടെ രൂപത്തിൽ ജീവിതം ഉന്തിത്തള്ളി നീക്കേണ്ടി വരില്ലേ? അഥവാ അയാളുടെ പ്രവചനം സത്യമായാൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്നുമില്ല, ഡെയിലി ഇവൻ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിച്ചു കൂട്ടും. അത് സത്യമാവില്ല. അങ്ങനെയുള്ള മാജിക്കുകാരെ ഞാൻ എന്റെ ബുദ്ധി കൊണ്ട് ഹാൻഡിൽ ചെയ്യാറാ പതിവ്. ഹലോ കുട്ടികളെ. ഇത് കൊള്ളാലോ. മാഡം ബ്യൂട്ടി പാർലറിൽ പോയി വരുന്നതാ എനിക്ക് തോന്നുന്നേ. അത്യാവശ്യം ഫ്രഷും കാണാൻ ഭംഗിയുണ്ട് ഇപ്പൊ. താങ്ക് യു ഹണി. നേരത്തെ ഇവന്റെ തല മാത്രമേ തിരിഞ്ഞിരുന്നുള്ളൂ. ഇപ്പൊ ദാ മൊത്തത്തിൽ കുളമായി. മേലാകെ വൃത്തികേടായി. ഞാൻ പോയൊന്ന് കുളിച്ചിട്ട് വരാം. ബാത്റൂമിനകത്ത് വെള്ളമില്ല. എന്താ ഇവിടെ നടക്കുന്നത്? ഇവിടെ എങ്ങനെയാ ഇത്രയും വെള്ളം വന്നത്?
ഹണി വേഗം പറ, ഈ വീട്ടിൽ മുഴുവനും വെള്ളം കയറിയിരിക്കുക. വീട്ടിൽ മുഴുവനും വെള്ളം കയറി. ഇവിടെ സുരക്ഷിതമല്ല. വരൂ നമുക്ക് ഇവിടുന്ന് പോകാം. പക്ഷേ നീ ഒരു അക്ഷരം മിണ്ടി പോരുത്. ഇത് എന്തൊക്കെയാ സംഭവിക്കുന്നത്? ഒരു മാജിക്കാരൻ ഹണിയെ ശപിച്ചിരിക്കുകയാണ്. അവൻ എന്ത് പറഞ്ഞാലും ഇനി വിപരീതമേ നടക്കൂ. എനിക്കിപ്പോ CM-ന്റെ ഫീലിംഗാ ഉണ്ടാവുന്നത്. ബണ്ണി, നീ എനിക്ക് ചോക്ലേറ്റ് താ, അല്ലെങ്കിൽ നീ ഇന്റലിജന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു കളയും. ബണി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് കുഴപ്പമില്ല, ഞാനൊരു വിഡ്ഢിയാണ്. എടാ, നീ എന്തായി കാണിച്ചത്? വേഗം വിഡ്ഢിയാണെന്ന് പറയാ. ബണ്ണി, നീ വെട്ടിയാണ്. ഇതെന്താ എനിക്ക് പറ്റിയത്? ഒന്നുമില്ല. നീ ഇനി ഒന്നും പറയണ്ട. കാര്യങ്ങൾ വഷളാവുന്നതിന് മുമ്പ് ആ മജീഷിനെ പോയി കണ്ടുപിടിക്കണം. പോവാം. പക്ഷേ മാജിക്കാരന്റെ അഡ്രസ് എവിടെ നിന്ന് കിട്ടാനാണ്? മേളയിൽ ചെന്നിട്ട് ആരോടെങ്കിലും ചോദിക്കാം. നമ്മൾ എന്തിനാ ഇത്ര പതുക്കെ പോകുന്നത്? ഇപ്പൊ നമ്മൾ വളരെ സ്പീഡിലാ പോകുന്നത്. ഞാൻ അയാളുടെ വീട്ട് അഡ്രസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മൾ നേരെ മാജിക്കാരന്റെ വീട്ടിലേക്ക് പോയി മാപ്പ് ചോദിക്കണം. എനിക്ക് ഹണിയെ ഈ അവസ്ഥയിൽ കാണാൻ പറ്റുന്നില്ല. എന്നാ ഞാൻ നിന്റെ വായ തുറന്നിട്ടുണ്ട്. പക്ഷേ നീ ഇനി എന്ത് പറഞ്ഞാലും തിരിച്ചേ പറയാവൂ. തല തിരിച്ച് പറയുന്ന കാര്യം നേരെയാവൂ. മനസ്സിലായോ? ആ. സണ്ണി, ഞങ്ങളെ പോകാൻ അനുവദിക്ക്. ഞങ്ങൾക്ക് തിരക്കുണ്ട്. അനുവദിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? ദാ സണ്ണി, ഞങ്ങൾ ഹാൻഡിൽ ചെയ്തോളാം. നീ ഒരു അക്ഷരം മിണ്ടി പോരുത് കണി. ഈ ഹണിക്ക് എന്താണ് പറ്റിയത്? മാത്രവുമല്ല, അവൻ എന്ത് പറയാനാ എന്നെ? എന്തെങ്കിലും പറഞ്ഞ തല തിരിച്ച് പറയണം. എന്നോട് തലതിരിച്ച് പറയാൻ മാത്രം അവൻ അത്രയ്ക്ക് ധൈര്യമുണ്ടോ? എന്നാ പിന്നെ ഞാൻ പറയുന്നതല്ല നീ നേരിട്ട് തന്നെ കേട്ടോ സണ്ണി. നിന്റെ ബോഡിയേക്കാൾ മോശമായി ഈ ലോകത്തൊന്നും തന്നെ ഇല്ല. നീ ആരോടും പറയരുത് ഏത് ജിമ്മിലാ പോകുന്നതെന്ന്, അല്ലെങ്കിലേ ആ ജിമ്മ് അടച്ചുപൂട്ടി പോവും. ഞാൻ ഹാൻസം ആണെന്ന് പറ. ഒരിക്കലും പറയില്ല. പറയിപ്പിക്കരുത്, അല്ലെങ്കിൽ ഇതിന് മുമ്പ് അവൻ പറഞ്ഞതൊക്കെ ഉണ്ടല്ലോ, അത് സത്യമായി മാറും. ശരി, പറയാം. ഈ ലോകത്തിൽ നിന്നേക്കാൾ ഭംഗിയുള്ള യുവാവ് വേറെ ആരും തന്നെ ഇല്ല. നിന്റെ ഈ കാണുന്ന സിക്സ് പാക്കും ജിമ്മുള്ള ബോഡിയും ഇവിടെ വേറെ ആർക്കും തന്നെ ഇല്ല. സന്തോഷായോ? അയ്യോ, എനിക്ക് എന്തായി സംഭവിച്ചത്? ഞാൻ എങ്ങനെയാ ഇങ്ങനെയായത്? ചെളിയാ, സത്യം പറഞ്ഞാൽ ഇപ്പൊ ഗുലുമാലാണല്ലോ. തലതിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുലിവാല. അതുകൊണ്ട് നീ ഒന്നും പറയണ്ട. മിണ്ടാതെ മജീഷിന്റെ വീട്ടിലേക്ക് നടന്നു. എന്റെ പുറകെ വന്നാ മതി. പോപ്പട്ട്, നീ എത്ര നല്ലവനാണ്. ദൈവം നിനക്ക് നല്ലത് മാത്രമേ വരുത്തൂ. വാവ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഗ്രീൻ. അയ്യോ! ആരാണ്? എന്തുവാണ് കാണിക്കുന്നേ? രക്ഷപ്പെട്ടു. അടുത്ത പ്രാവശ്യം ഞാൻ വിടില്ല. സോറി. ഇതാണ് അയാളുടെ വീടെന്നാ എനിക്ക് തോന്നുന്നത്. ആരാ അത്? ഹലോ സാർ. നിങ്ങളോ? പ്ലീസ് 2 മിനിറ്റ് ഞങ്ങൾ പറയുന്നൊന്ന് അയ്യോ, കേൾക്കണം. ഈ മരമണ്ട സോറി പറയാൻ വന്നതാ. അവസാനം നിനക്ക് മനസ്സിലായോ? ഞാൻ വായുവിൽ പറപ്പിക്കുക മാത്രമല്ല, അതിനപ്പുറത്തേക്കും എനിക്ക് ചെയ്യാൻ സാധിക്കും. അകത്തേക്ക് വാ. ഈ മാജിക്കാരന്റെ വീട് എത്ര ഭംഗിയുള്ളതാണ്. ഇതൊന്നും കഷ്ടപ്പെട്ടുണ്ടാക്കിയതാവില്ല. മാന്ത്രിക വടി കറക്കി എവിടെന്നെങ്കിലും അടിച്ചു മാറ്റിക്കൊണ്ടുവന്നാവും. പക്ഷെ മാജിക് കൊണ്ടൊന്നും പറ്റില്ല. ശരിക്കും നല്ല വീട് തന്നെയാണ്. നീ എന്താ കാണിച്ചേ? വേഗം തല തിരിച്ച് പറ. തല തിരിച്ച്. മണ്ടാ,
എടാ തല്ലിപ്പൊളി വീടാണെന്ന് പറയാൻ. തല്ലിപ്പൊളി വീടാണ്. ഇങ്ങനെയാണോ നിങ്ങൾ സോറി പറയാൻ വേണ്ടി വന്നിരിക്കുന്നത്? എന്റെ വീടാകെ നശിപ്പിച്ച് കളഞ്ഞല്ലോ. പ്ലീസ് ഹണിയോട് ക്ഷമിക്കണേ. താങ്കൾ ഇവനിൽ മാജിക് കാണിച്ചതിന് ശേഷം ഇവൻ എൻജോയ് ചെയ്യുന്നുണ്ട്, ഞങ്ങളാ കുടുങ്ങിയിരിക്കുന്നത്. ഏയ്, അങ്ങനെ ആർക്കും മാപ്പൊന്നും കിട്ടില്ല. ഇവൻ എന്നോട് കാണിച്ചത് മുഴുവൻ തോന്നിവാസമാണ്. സർ, ഞാൻ കേട്ടിട്ടുള്ളത് മാപ്പ് കൊടുക്കുന്നവൻ ശിക്ഷിക്കുന്നവനേക്കാളും വലിയവനാ. പ്ലീസ് സർ, ഹണിയോട് ഒന്ന് ക്ഷമിച്ചൂടെ? ഇയാള് മാപ്പ് തരില്ല, കാരണം ഇയാളുടെ ഹൃദയം വളരെ ചെറുതാണ്. അല്ലല്ല, വലുതാണ്, വലുതാണ്, വലുതാണ്. ഇനി മതി, ഇനി മതി. പ്രോബ്ലം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ മാജിക്ക് ഞാൻ തിരിച്ചെടുത്തോളാം. ഓക്കേ. ക്രീം, ക്രീം, ഓവർ, ഓവർ. ഓം ക്രീം കുടിച്ചത, ഓം ക്രീം സ്വാഹ. ഇപ്പൊ മാജിക് അവസാനിച്ചോ? വലിയ വേഗം വാ, നമുക്ക് പുറത്തു പോയി ചെക്ക് ചെയ്യാം. വരൂ ഹണി, നമുക്ക് ട്രൈ ചെയ്യാം. ബണ്ണി, നിന്നെ കാണാൻ വളരെ സുന്ദരനാണ്. എടാ, നിനക്ക് എന്നെ മാത്രമേ കിട്ടിയുള്ളൂ. എനിക്കൊന്നും പറ്റിയില്ല. മാജിക് അവസാനിച്ചു.